നീ എന്തിനാ മൂസന എപ്പോൾ നോക്കിയാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്ക്, എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേ. അതല്ല ഇക്ക, ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ച് തരാം എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ അത്ര തന്നെ മതി, വിരിച്ചതും തട്ടിയതൊക്കെ. നീ അവിടെ എങ്ങാനും പോവോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പലവട്ടം എന്നെ കാത്തിരിക്കണ്ട, ഫുഡ് എടുത്ത് വെക്കാനും ഒന്നിനും എന്നെ കാത്തിരിക്കണ്ട. നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും നീ എന്തിനാ ഇത് തന്നെ ആവർത്തിച്ച് ചെയ്യുന്നത്? അനസ് ഭയങ്കര രൂക്ഷമായ ഭാഷയിലൂടെയാണ് മൂസിനയോട് പെരുമാറാൻ തുടങ്ങിയത്. അല്ല ഇക്ക, എന്താ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാ? ഇതിനിടയിൽ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നല്ലോ ഇക്കക്ക്. വീണ്ടും ഇപ്പോൾ പഴയതിനെക്കാട്ടിലും വഷളായിട്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. അല്ല മുസ്ന, നീ വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്താ നീ പോകുന്നില്ലേ? അവളൊന്നും മിണ്ടിയില്ല. എന്താ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നീയല്ലേ പറഞ്ഞത് പോകണമെന്ന്? നിനക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം. ഈ എൻ്റെ ഉപ്പനെ വിളിച്ചിട്ട് പറയ് എനിക്ക് അങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ഉപ്പ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളും. അല്ലാതെ ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യവും നിനക്കില്ല. എന്താണ് ഇക്ക ഈ പറയുന്നത്? നിങ്ങൾ എന്നെ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നതല്ലേ, ഞാനിവിടെ വേലക്കാരിയായി നിൽക്കാൻ വന്നതല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ആദ്യമായിട്ട് അവൾ അനസിനോട് പൊട്ടിത്തെറിച്ചു. പിന്നെ എനിക്ക് പല തീരുമാനങ്ങളുമുണ്ട്. നിനക്ക് ഇവിടുന്ന് പോകാൻ ഞാൻ എന്നോ അനുമതി നൽകിയതാണ്. എത്ര അവഗണന കിട്ടിയിട്ടും നിനക്കൊരു കുലുക്കവുമില്ലല്ലോ. എന്തോ ഒരു ലേശം കുഴപ്പമുണ്ട് നിനക്ക്. ഇത് കേട്ടപ്പോൾ മൂസിനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഇനി ഞാനിത് പറഞ്ഞത് കാരണം കരയാൻ നിൽക്കണ്ട. അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്. എന്നിട്ട് രാവിലെ എണീറ്റ് വീട്ടിലേക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിലും എനിക്കറിയാം